അവിയൽ, ഓലൻ, എരിശ്ശേരി, മസാലക്കൂട്ടുകറി, പച്ചടി, കാളൻ. അങ്ങനെ നമ്മളെ ചീരുള്ളി മീഡിയയുടെ ഈ ഓണ സീരീസിലെ 6 വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണേ നല്ല രസമുള്ളൊരു രസമാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പം നമ്മൾ ചീരുള്ളി മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു വീഡിയോയിലേക്കും സ്വാഗതം. നമ്മൾ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ കുറച്ച് പുളി എടുത്താണ്ട് വെള്ളം ഒഴിച്ചിരിക്കുക. നമ്മളെടുത്ത് എന്താ വെച്ചാൽ കുറച്ച് പരിപ്പിൻ്റെ വെള്ളം കേട്ടോ. പരിപ്പ് വേവിച്ച് അതിൻ്റെ ഒരു വെള്ളം, അതായത് പരിപ്പ് വേണ്ട അതിൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ അത്. ഇനി കുറച്ച് പരിപ്പ് എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് അതും കൂടി ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളമാണിത്. ഈ പരിപ്പിൻ്റെ വെള്ളം ഒന്ന് ഇളക്കിയിട്ട് ഈ ഒരു ചട്ടിക്കണ്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ അത്യാവശ്യം വലിയ 2 തക്കാളിയാണ് എടുത്തത്. ഈ തക്കാളി ഒന്ന് മുറിച്ചിടാം നമുക്ക്. ഇതിക്കൊരു 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ടോ. 1/4 ടീസ്പൂൺ മാത്രം മതി. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ വളരെ കുറച്ച് 1/4 ടീസ്പൂണിലും താഴെ മല്ലിപ്പൊടി, ഒരു നുള്ളെന്ന് വേണമെങ്കിൽ പറയാം. ഉപ്പ് ആവശ്യത്തിന്. ഇനി എന്താ ചെയ്യുക, നമ്മൾ ഈ ഒരു പുളിയത്തെ വെള്ളം നമുക്കണ്ട് ഒഴിവാക്കട്ടോ. എന്നിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇത് നല്ലോണം കൈ കൊണ്ട് തന്നെ നമുക്ക് പിഴിയാം. നല്ല കുറുകിയ വാളൻ പുളി ഇതിക്ക് ആവശ്യാനുസരണം അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഒന്നാണ്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ അടുപ്പൊക്കെ ഇങ്ങനെ കത്തി നിൽക്കണേ. ഞാനിത് ആ ചട്ടി എടുത്താണ്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ കായത്തിൻ്റെ പൊടിയാട്ടോ ചേർക്കണേ. നമ്മൾ ഈ രസമൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ കായാണ്. അപ്പോൾ കായം നല്ല കായം തന്നെ ചേർക്കണം കേട്ടോ, നല്ല മണമുള്ള കായം. അപ്പോൾ ആ രസമൊക്കെ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഉണ്ടാവും ഒരു മണം. ഭയങ്കര ഒരു മണമാവും. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ടോ വെള്ളമുണ്ടോ പാകമാണോ എന്നൊക്കെ നോക്കുക. എന്നിട്ട് അടച്ചണ്ട് വയ്ക്കുക. ഈ സദ്യയൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോഴേ രസമൊക്കെ ഇങ്ങനെ കയ്യിലൊഴിച്ച് കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടാവുമോ? എല്ലാവർക്കും ഇഷ്ടമാവില്ലേ രസം? അപ്പോൾ അതേപോലെ രസം ഇഷ്ടമുള്ളവരൊക്കെ ഈ ഒരു വീഡിയോയും കൂടി ഒന്ന് ഇഷ്ടപ്പെടണം കേട്ടോ. എന്നിട്ട് ഷെയർ ചെയ്ത് കൂട്ടുകാരേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കണേ. അതുപോലെ തന്നെ നമ്മളെ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാവും, ഓരോക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം. എന്നാലാണ് നമ്മളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലൊക്കെയാണ് നിങ്ങൾ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒക്കെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. പിന്നെ ഞാനത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഈ ഒരു ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചില്ലേ. നമ്മളെ ചിഞ്ചൂസ് ഫാൻസി കാവനൊരു നമുക്ക് തന്നതാണ് കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയുള്ള കമ്മലും നെക്ലേസും വളയൊക്കെയാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി അതൊക്കെ. നമ്മൾ അടുപ്പത്ത് വെച്ച് ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് വേവട്ടെ കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇതാ കുറച്ച് കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ രസത്തിന് ഒന്നും കൂടി ഒരു രസം ഉണ്ടാവണ്ടേ. അപ്പോൾ അതിക്ക് ചതച്ച് ചേർക്കാനുള്ള സാധനങ്ങളാണ്. വെളുത്തുള്ളി ഉണ്ട്, ചെറിയ ഉള്ളി 2-3 ഉണ്ട്, അതുപോലെ തന്നെ പച്ചമല്ലി, കുരുമുളക്, വറ്റൽമുളക്, പിന്നെ ഒരു ഇത്തിരി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് നല്ല ജീരകം. പിന്നെ ഈ വെളുത്തുള്ളി ഒന്ന് തോല് കളഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ. അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ചതച്ച് കൊണ്ടുവന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ചതച്ചത് തന്നെ നല്ലൊരു മണാട്ടോ. നമ്മൾ അടുപ്പത്ത് വെച്ചത് എന്തായി എന്ന് തുറന്നു നോക്കുക. തിളച്ച് മറിയുണ്ടല്ലോ. തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മളെ ചതച്ച ഈ ഒരു ഐറ്റംസ് ആണ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി കൂടി വെള്ളമൊക്കെ ഒഴിക്കട്ടെ നമുക്ക്. ഞാൻ കുറച്ചും കൂടി ഒഴിച്ചെടുക്കട്ടെ. പാകത്തിനുള്ള വെള്ളമായിട്ടുണ്ട്. പിന്നെ രസത്തിൽ വെള്ളമൊക്കെ ചേർക്കുക ഇഷ്ടം പോലെയൊക്കെ വെച്ചിട്ട് ഒരുപാടല്ല കേട്ടോ. എന്നാലും നമുക്ക് അറിയാമല്ലോ ആ രസത്തിൻ്റെ ഒരു എത്രയാണ് നമ്മൾ കയ്യിലിങ്ങനെ ഒഴിക്കുക എന്നൊക്കെ ഉള്ളത്. ആ ഒരു രീതിക്കൊക്കെ ചേർക്കാം. നമ്മൾ ചതച്ച് ചേർത്തിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ എന്നേ അതിലൊന്നായിട്ട് പിടിച്ചോട്ടെ കേട്ടോ. മണമൊന്നും പോവണ്ട, വേഗം അടയ്ക്കുക. ഈ അടപ്പിൻ്റെ ഇടയിൽ കൂടെ കാവി ഇങ്ങനെ വരുന്നുണ്ടോ, നല്ല മണവും മണക്കുന്നുണ്ട്. എൻ്റെ അമ്മേ എന്ത് രസമാണ് കാണാൻ. അപ്പോൾ ഇത് കുടിക്കാൻ എന്ത് രസം ഉണ്ടാവും. കഴുകി വൃത്തിയാക്കി വെച്ചത് അതേപോലത്തെ മല്ലിയിൽ അങ്ങനെ പൊട്ടിച്ചെടുക്കട്ടോ. അതുമെന്ന് ഒരു അത്യാവശ്യം നല്ല അധികണ്ടിട്ട് തന്നെ നല്ല ക്വാണ്ടിറ്റിയിൽ. ഞാൻ മുറിക്കാനൊന്നും പോയിട്ടില്ല, അതേപോലെ തന്നെ ഇട്ടുകൊടുത്തേക്കാണ്. പോരാ തോന്നുകയാണെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ ഇടാം. മല്ലിയിൽ എന്താണാവോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയച്ചിട്ട് ആവശ്യത്തിലേറെ ഇടണ്ട കേട്ടോ, ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. ഇപ്പോൾ കായത്തിൻ്റെ മണമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ.
ഇനിയിപ്പോൾ അധികം വേവാനൊന്നുമില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് വേണ്ട, 2-3 മിനിറ്റൊക്കെ ഒന്ന് തിളച്ചോട്ടെ. ഒന്നും കൂടി ഒന്ന് അടച്ചേക്കാം. നമ്മളെ രസം വാങ്ങാനായിട്ട് റെഡിയായി നിൽക്കണേ. നമ്മളെ രസം വറവിടാളേ കറിവേപ്പില എടുത്ത് വയ്ക്കാൻ ഞാൻ മറന്നുപോയി. നമുക്ക് നമ്മളെ മരം ഉണ്ടല്ലോ ഇവിടെ, എന്നെ തന്നെ എടുക്കാം കേട്ടോ. നല്ല ഫ്രഷ് കറിവേപ്പില. നല്ല മണം. ഇപ്പോൾ ഈ ഒരു വറവിടാളെ മാത്രമേ ഞാൻ എടുക്കണുള്ളൂ കേട്ടോ. നമ്മൾ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് വറവിടുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേക രുചിയല്ലേ. വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. കടുക് ഇട്ടെടുത്തു. ഇനിയിപ്പോൾ വറ്റൽമുളകും നമ്മൾ എടുത്തുകൊണ്ടുവന്ന ആ ഒരു കറിവേപ്പിലയും കൂടി ഉണ്ട് ഇട്ടെടുത്താൽ വറവിടൽ കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഉണ്ട് ഒഴിച്ചു കൊടുക്കുക. വേഗം അടച്ചേക്കുക. ഒരു 5 മിനിറ്റ് ആയിട്ടോ ഞാൻ അടച്ചു വെച്ചിട്ട് തുറക്കം വെക്ക്. ആ വറവിട്ടതൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ഉണ്ടാക്കുക. മണം വരുന്നുണ്ടോ മണം അങ്ങോട്ടാ പോണേ അല്ലേ മനു? നമുക്ക് കിട്ടുന്നുണ്ടോ? കാറ്റ് ആ ഭാഗത്തേക്കാണ്. കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി രസത്തിന്റെ മണം കിട്ടുന്നുണ്ട്. എൻ്റെ അമ്മേ, ഏതാ രസം. ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ഗേസ്. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ 7ാമത്തെ വിഭവം ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ. തിരുവോണത്തിൻ്റെ തലേ ദിവസം ആകുമ്പോഴേക്ക് നമ്മളെ 10 വിഭവങ്ങളും ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കഴിക്കാൻ തരും. പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ബാക്കിയൊക്കെ നിങ്ങളാണ് തീരുമാനിക്കുക. നമ്മൾ ഓണസദ്യ സീരീസ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്ത എല്ലാ വിഭവങ്ങളും നമ്മൾ ലാസ്റ്റ് ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞില്ലേന്നില്ലേ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു 7 ദിവസമായിട്ടും ടേസ്റ്റ് ചെയ്ത അഭിപ്രായങ്ങളൊന്നും പറയണില്ലല്ലോ. അപ്പോൾ അതെന്താ കാരണം വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ അവിയൽ ചെയ്ത ആ സമയം മുതൽ ഞങ്ങൾ വിചാരിച്ചെന്നൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മളെ മുസ്ലിം സഹോദരങ്ങളെ വീട്ടിലേക്കൊക്കെ കൊണ്ടേ കൊടുക്കുക. നമ്മൾ ചുറ്റുപാടുള്ള കേട്ടോ. അത് ഓർക്കാണല്ലോ ഓണസദ്യനോടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളത്. അപ്പോൾ ഓരത് കൊണ്ടേ കൊടുത്ത് അവരൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യണ ആ ഒരു ഇത് നിങ്ങൾ ചെയ്യുമോ എന്ന് ഞങ്ങൾ വിളിച്ച് ചോദിച്ചു. അപ്പോൾ എല്ലാവർക്കും മടി. ഞങ്ങൾ ടേസ്റ്റൊക്കെ ചെയ്തോളാം, പക്ഷേ ഞങ്ങൾ ആരും വീഡിയോ ഒക്കെ നിൽക്കില്ല. അത് കരുതി ഞങ്ങൾ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുന്നതിലൊരു ഭാഗം ഞങ്ങൾ അവർക്കൊക്കെ കൊണ്ടേ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട് എന്നുള്ള അഭിപ്രായം ഞങ്ങളോട് പറയുന്നുണ്ട്. പക്ഷേ വീഡിയോയ്ക്ക് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. ഒരു കാണണ്ടാതെ വീഡിയോയ്ക്ക് ഞങ്ങൾ നിൽക്കില്ല. ടേസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ചെയ്യണ ഒരു മോശമല്ലേ. അതുകൊണ്ട് മാത്രമാണ് ടേസ്റ്റ് ചെയ്യണ ഒരു ഭാഗം ഈ ഒരു സീരീസിൽ കാണിക്കാത്ത കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചിരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം. എന്നാലാണ് നമ്മളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ അതേപോലത്തെ നല്ലൊരു വിഭവമായിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.